സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്താണെന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ആദ്യം ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്താണെന്ന് നോക്കാം. ഡെൻസിറ്റി ഓഫ് ദ സ്റ്റേറ്റ്സ് അഥവാ DOS. ദിസ് മീൻസ് ദാറ്റ് ഓരോ എനർജി ലെവലിനും എത്ര എനർജി സ്റ്റേറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇത് പറയുന്ന ഒരു ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ വാലൻസ് ബാൻഡിൽ എത്ര ഹോൾസ് ഉണ്ട്. ഇത് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു ടേം ആണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് ദ സ്റ്റേറ്റ്സ്. എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് ദ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ്. അതായത് ഈ വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടോട്ടൽ നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് എഫക്റ്റീവ്ലി ഫോർ കണ്ടക്ഷൻ. അതായത് കണ്ടക്ഷന് വേണ്ടിയിട്ട് എത്ര എനർജി സ്റ്റേറ്റ്സ് ഉണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് EDOS, അതായത് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ഇതിനൊരു ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് വാല്യൂ എന്ന് പറയും. ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയ രണ്ട് ടോപ്പിക്സ്. നമുക്ക് ഇതിന്റെ ഓരോ ആൾക്കാരുടെയും ഇക്വേഷൻസിലോട്ട് പോകാം. ഓക്കെ, ആദ്യം ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിലുള്ള ഇക്വേഷനിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഇതിൽ കണ്ടക്ഷൻ ബാൻഡിന്റെ കേസിലും പറയണം, ബാലൻസ് ബാൻഡിന്റെ കേസിലും പറയണം. ഫസ്റ്റ് വൺ ഫോർ കണ്ടക്ഷൻ ബാൻഡ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ GC ഓഫ് E എന്നാണ് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ. GC ഓഫ് E ഈസ് ഈക്വൽ ടു 1/2π2 into m star h square the whole raised to root of E minus. ഇതാണ് കണ്ടക്ഷൻ ബാൻഡിൽ ഇതിന്റെ അകത്തോട്ട് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ബാലൻസ് ബാൻഡിന്റെ അകത്ത് വരുന്ന ഇക്വേഷൻ നോക്കാം. ബാലൻസ് ബാൻഡിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ GC ഓഫ് E തന്നെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? V ഓഫ് E ഈസ് ഈക്വൽ ടു 1/2π സ്ക്വയർ ബ്രാക്കറ്റിൽ m സ്റ്റാർ ഡിവൈഡഡ് ബൈ h സ്ക്വയർ റൂട്ട് ഓഫ് അവിടെ E മൈനസ് EC ആണ്. ഇവിടെ അപ്പോൾ എന്തായിരിക്കും? EV മൈനസ് E എന്ന് വരും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഒന്നും കൂടെ പറയാം. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ഹൗ മെനി എനർജി സ്റ്റേറ്റ്സ് ആർ അവൈലബിൾ ഫോർ ഈച്ച് എനർജി ലെവൽ, ലൈക്ക് ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ഓർ ഹോൾസ് ഇൻ വാലൻസ് ബാൻഡ്. ഇതിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഫോർ കണ്ടക്ഷൻ ബാൻഡിൽ GC ഓഫ് E ഈസ് ഈക്വൽ ടു 1/2π സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 into m star E by h square to the whole raised to 3/2 into root of E minus EC. ഇനി വാലൻസ് ബാൻഡിലാണെങ്കിൽ GV of E is equal to 1/2π square ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 m star n by h square into EV minus ഇതിൽ വരുന്നത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ അകത്ത് നമുക്ക് ഇക്വേഷൻസ് വരുന്നുണ്ട് ഫോർ കണ്ടക്ഷൻ ബാൻഡ് ആസ് വെൽ ആസ് വാലൻസ് ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡ് നോക്കാം. കണ്ടക്ഷൻ ബാൻഡ് ഇതിൽ നമ്മൾ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത് NC ആണ്. NC ഓക്കെ, NC ഈക്വൽ ടു ബ്രാക്കറ്റിൻ്റെ അകത്ത് 2π m star E into K h square raised to. നെക്സ്റ്റ് ഫോർ വാലൻസ് ബാൻഡ് NV is equal to into ബ്രാക്കറ്റിൻ്റെ അകത്ത് 2π m star അവിടെ E ആണ് വന്നത്, സോ ഇവിടെ എന്ത് വരും? H വരും. m star H KT ഡിവൈഡഡ് ബൈ h സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇതിൽ K എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, H എന്തായിരിക്കും? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിന്റെ കണ്ടക്ഷൻ ബാൻഡിലും വാലൻസ് ബാൻഡിലും വരുന്ന രണ്ട് ഇക്വേഷൻസ്. സോ m star അറിയാം, m star മീൻസ് എഫക്റ്റീവ് മാസ് എന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ m star എന്ന് പറയുന്നത് എഫക്റ്റീവ് മാസ് ആണ്. ഇതാണ് നമ്മളുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സും എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് അറിയാം. ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. സോ ഇൻ സിമ്പിൾ വേസ് നമുക്ക് പറയാം, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ആൾക്കാരാണ് എന്ന് പറയാം. ഇൻസുലേറ്റേഴ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ലാത്ത ആൾക്കാർ എന്ന് പറയാം. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് ആർ ഹാവിംഗ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ബിറ്റ്വീൻ ദാറ്റ് ഓഫ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അതായത് കണ്ടക്ടേഴ്സിന്റെയും ആ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിന്റെ റേഞ്ച് അതിന്റെ നടുക്ക് വരുന്നത് അഥവാ ഇതിന്റെ ഇടയിൽ വരുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇതിൽ നോക്കാൻ പോകുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോപ്പിംഗ് എന്ന് പറയുന്നത് ഒരൊറ്റ ഡെഫിനിഷൻ ആണ്. സ്റ്റിൽ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ ഡോപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റീസ് ടു ദ സെമി കണ്ടക്ടർ. ഈ ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് ഒറ്റ ലൈനിൽ പറയണമെങ്കിൽ it is a process of adding impurities to the semiconductor.
ദിസ് പ്രോസസ് ഈസ് കോൾഡ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഏത് സെമി കണ്ടക്ടറിൽ ഡോപ്പ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് അതിനെ ഡോപ്പ് ചെയ്താൽ അത് ഏത് സെമി കണ്ടക്ടർ നമുക്ക് കിട്ടും എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ നമുക്കൊരു എനർജി ബാൻഡ് ഡയഗ്രാം പോലെ കണ്ടക്ഷൻ ബാൻഡ് ആണ് ഇത് എന്ന് പറയുന്നത്, വാലൻസ് ബാൻഡ് ആണ്. നോർമലി ഉള്ള പ്രോസസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺ, അതായത് ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു രീതിക്കുള്ള ചേഞ്ചും ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാവത്തില്ല. പക്ഷേ ടെമ്പറേച്ചർ പതുക്കെ കൂടുവാണ്. ഓരോ ഇലക്ട്രോൺ വാലൻസ് ബാൻഡിൽ നിന്ന് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഇവിടെ നിന്ന് ടെമ്പറേച്ചർ കൂടി നേരെ എക്സൈറ്റ് ആയി മേലോട്ട് പോകും. ഒരു ഇലക്ട്രോൺ അവിടെ ആ ഇലക്ട്രോൺ ബാക്കി വെക്കുന്നത് ഒരു ഹോളാണ്. ഈ ഹോളിന്റെ അകത്തുള്ള ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്ത് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ ബാക്കിയുള്ളത് ഇലക്ട്രോൺ എന്താണ്? ഇലക്ട്രോൺസിന് മാത്രമേ മൂവ്മെന്റ് ഉള്ളൂ, ഹോൾസിന് മൂവ്മെന്റ് ഇല്ല. ഹോളിന്റെ മൂവ്മെന്റ് എങ്ങനെ? ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഹോൾ ഉണ്ടാവുന്നത് അനുസരിച്ചാണ് ഹോളിന്റെ മൂവ്മെന്റ്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് നോട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന് മാത്രമേ മൂവ്മെന്റ് ഉള്ളൂ. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഇതിന്റെ മുകളിലോട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ആയി മേലോട്ട് പോകും. ഇത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാനാണ് ഈ ഇലക്ട്രോണിന്റെ ടെൻഡൻസി കാണിക്കുന്നത്. ഈ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പില്, കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിനെയാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിനെ നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് പറയും. കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും ഇടയിൽ വരുന്ന ഗ്യാപ്പിനെയാണ് EG എന്നാണ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ്, ഒരു ഇലക്ട്രോൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രോൺ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇലക്ട്രോൺ ഇവിടെ മൂവ് ആവും. ഇലക്ട്രോൺ മൂവ് ആകുമ്പോൾ, അതായത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺ മൂവ് ആവും തോറും അതിന്റെ എനർജി നമുക്ക് EGയിലോട്ട് വരാം, -EV ആണ്. അതായത് എനർജി ഗ്യാപ്പിന്റെ EC, അതായത് കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇതും -EV വാലൻസ് ബാൻഡിലുള്ളത്. കണ്ടക്ഷൻ ബാൻഡിലുള്ള മിനിമം എനർജി അതിനാണ് നമ്മൾ EC എന്ന് പറയുന്നത്. വാലൻസ് ബാൻഡിലുള്ള മാക്സിമം എനർജി. സോ EG ഈസ് ഈക്വൽ ടു EC എനർജി, കണ്ടക്ഷൻ ബാൻഡിലുള്ള മിനിമം എനർജി മൈനസ് വാലൻസ് ബാൻഡിലുള്ള മാക്സിമം എനർജി. ഇതാണ് എനർജി ഗ്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡോട്ടഡ് ലൈൻ വരച്ചിട്ടുള്ളത് ഇൻട്രിൻസിക് ലെവൽ അഥവാ EI എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് ലെവൽ അഥവാ ഇൻട്രിൻസിക് എനർജി ലെവൽ എന്ന് പറയാം. EG എന്ന് പറയുന്നത് എനർജി ഗ്യാപ്പ്, വാലൻസ് ബാൻഡിന്റെ കണ്ടക്ഷൻ ബാൻഡിന്റെ മിനിമം, വാലൻസ് ബാൻഡിന്റെ മാക്സിമം എന്ന് പറഞ്ഞാണ് EG. ഓക്കെ, നമ്മൾ ഇത്രയും നോക്കി. EI എന്ന് പറയുന്നത് നമുക്ക് ഫെർമി ലെവലിനോട് പറയാം. ഫെർമി ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റ് ആണ്. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. പാത്തിൽ കൂടെ മോളിക്യൂൾസ് പോകും. ഓക്കെ, അങ്ങനെ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ള ഒരു ഹയസ്റ്റ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു പാത്വേനെയാണ് നമ്മൾ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. ഓക്കെ, അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഫെർമി ലെവൽ എന്ന് പറയുന്നത്, അഥവാ EF എന്ന് നമ്മൾ